ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശിനെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അവിടുത്തെ സെർവൻറ്റ്. അപ്പോൾ ദാമോട്ടൻ കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ കഴിച്ചോളാം സാറേ. സാറ് അതേം കഴിക്കേ, സാറല്ലേ ടയർഡായിട്ടിരിക്കുന്നത്. സാറ് ചോറ് ഒരുപാട് കഴിക്കാറില്ല, കറിയാണ് കൂടുതൽ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സാറിന് ഇഷ്ടപ്പെട്ട കറികൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാർ ഏതായാലും ഈ കറികളൊക്കെ കഴിക്കണം കേട്ടോ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇപ്പം നേരത്തെ പോലെ അല്ലടോ, എനിക്കിതൊന്നും കഴിക്കാനുള്ള ഒരു മൂഡിലല്ല ഞാൻ നിൽക്കുന്നത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയാം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സാറിൻ്റെ ബിസിനസ് പരമായ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. പക്ഷേ എന്നാലും അതിനെക്കുറിച്ച് ഓർത്ത് സാറിൻ്റെ ശരീരം കളയണോ? സാർ ഏതായാലും ഭക്ഷണം നന്നായിട്ട് കഴിക്കുക, എന്നാലേ നമുക്ക് നന്നായിട്ട് ഉഷാറോടെ സാറ് പറഞ്ഞ ആ ഒരു ഇത് പൂർത്തിയാക്കാനായിട്ട് പറ്റുള്ളൂ, ആ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ സാറ് പട്ടിണി കിടന്നാൽ ശരിയാവോ സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദാമോട്ടനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശം ആലോചിക്കുകയാണ്, ഞാൻ എന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ, അവൾ എന്നെക്കുറിച്ച് ആലോചിക്കുകയായിരിക്കും, ഞാൻ ഭക്ഷണം കഴിച്ചോ എന്ന് ആലോചിച്ച് അവൾ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. എനിക്കാണല്ലോ അവൾ എന്നും ഭക്ഷണം വിളമ്പി തരുന്നത്. അപ്പം അതുകൊണ്ട് എന്നെക്കുറിച്ച് ആലോചിക്കുകയായിരിക്കും. പാവൻ നയന, അവളുടെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഭയങ്കര സങ്കടത്തിലാണ്. അങ്ങനെ ആദർശ് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് നേരെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നയനെ വിളിക്കുക. അപ്പം നയനെ ഫോൺ എടുക്കുകയാണ്. ആദർശേട്ടൻ, ഞാനിപ്പോൾ ആദർശേട്ടനെ കുറിച്ച് ആലോചിച്ചുകളെന്നൊക്കെ പറയുക. നയനെ, നീ ഫുഡ് കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ആദർശേട്ടാ ഞാൻ കഴിച്ചു, അമ്മ എന്നെ കൊണ്ട് കഴിപ്പിച്ചു, അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം അറിയാലോ, എന്നെ കൊണ്ട് കഴിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാം. ആദർശേട്ടൻ കഴിച്ചോ? ഞാനിപ്പോൾ കഴിച്ച് ഇങ്ങോട്ട് വന്നതേ ഉള്ളു. ഞാൻ തന്നെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു, താൻ കഴിച്ചോ ഇല്ലെന്നൊരു ടെൻഷനായിരുന്നു എനിക്ക്. അല്ലെങ്കിലും ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തനിക്കും കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ. ഞാൻ ഏതായാലും ഭക്ഷണം കഴിച്ചു, അങ്ങനെയെങ്കിലും തനിക്ക് സമാധാനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആദർശേട്ടാ, എന്താ ആദർശേട്ടാ എന്നെയും കൂടി കൊണ്ടുപോകാൻ പാടില്ലേ? തൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലേ. കിരണും കല്യാണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരും എന്നോടൊപ്പം ഈ ലക്ഷ്യത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടോ, അവരെ കൂട്ടി. അപ്പം അവരോടൊപ്പം ഞാനും കൂടാലോ ആദർശേട്ടാ, എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോ. തൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? കല്യാണി അത് തന്നെയാണ് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ നയന അവിടെ തന്നെ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റുമോ? തൻ്റെ മാനസികാവസ്ഥയും കൂടി നമുക്ക് ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു കുഞ്ഞൊക്കെ ജനിക്കട്ടെ, തൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആവട്ടെ, അതിനുശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാമല്ലോ. തന്നെ വിട്ട് ഞാൻ പിരിഞ്ഞു നിന്നിട്ടുണ്ടോ നയന? ഇപ്പോൾ ഇങ്ങനെ ഒരു അത്യാവശ്യ കേസ് ആയതുകൊണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ധൈര്യമായിട്ടിരിക്കുക, എല്ലാം ശരിയാവും. മുത്തശ്ശിന് മുന്നിൽ എല്ലാം തെളിയിച്ചിട്ട് വേണം എനിക്ക് മടങ്ങി വരാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോണോടെ വെക്കുക. അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടം തോന്നിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ റൂമിലേക്ക് വരികയാണ്. റൂമിലേക്ക് വന്നിട്ട് മരുന്നെടുത്ത് കഴിക്കാനുള്ള ശ്രമം. അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് ചോദിക്കണത്, എന്തായി കാണിക്കുന്നത്? എനിക്ക് മരുന്നെടുത്ത് തരാൻ വരെ മറന്നല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അയ്യോ അത് പിന്നെ ഇദ്ദേഹത്തിന് മരുന്നെടുത്ത് തരുന്നത് ഞാനല്ലല്ലോ, നയനമോളല്ലേ, അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുന്ന പതിവുണ്ട് എന്നെല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കാര്യങ്ങളെല്ലാം പലരും മറന്നുപോയിരിക്കുന്നു. പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും, അയ്യോ എന്താണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്? നയനമ്മളുടെ മാനസികാവസ്ഥ അങ്ങനെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് മറന്നു പോയിട്ടുണ്ടാവുക, അല്ലാതെ അവൾ മുത്തശ്ശൻ്റെ കാര്യമൊന്നും മാറ്റി വെക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ദേവയാനി വരുന്നു, കലിയും തുള്ളി വരിക. അപ്പോൾ കലിയും തുള്ളി വന്നിട്ട്, അച്ഛൻ ഈ കാണിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് അച്ഛാ. നയനമോളൊരു അവസ്ഥയൊക്കെ അറിയാലോ, അവൾ ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥയിലല്ലേ, അവൾക്ക് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണ്ടേ, അപ്പോൾ അവൾ ഫുഡ് കഴിക്കാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ മുത്തശ്ശിയോട് ചോദിക്കുക. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ എടുത്തു വായിക്കും പറയാണ്, ഇപ്പം നയനമോൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് അവൾ വാരി കൊടുക്കണം. ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കോ? ഇല്ല. അപ്പം അതുകൊണ്ട് വാരി കൊടുക്കണം. അതുകൊണ്ട് ദേവയാനി, നീ ഒരു കാര്യം ചെയ്, നിന്റെ മരുമകളാണല്ലോ നയന, അപ്പോൾ നയനക്ക് നീ വാരി കൊടുക്ക്, അതായിരിക്കും ശരിയായൊരിത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ, ഇദ്ദേഹം എന്തൊരു മറുപടിയായി പറയുന്നത്? ദേവയാനി ചോദിച്ചതിലും കാര്യമില്ലേ, നയനയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ.
അവൾക്കിപ്പോൾ മനസ്സിന് സന്തോഷവും സമാധാനം കിട്ടേണ്ട സമയങ്ങളാണ്. ആ സമയങ്ങളിൽ അവളിങ്ങനെ മാനസികമായിട്ട് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുക. അച്ഛൻ പറയട്ടെ അമ്മേ, അച്ഛൻ്റെ സ്വഭാവത്തിനെ പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദർശ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അച്ഛനൊരു വാക്ക് പോലും പറഞ്ഞില്ല. അവൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, എന്താ അവൻ ഇറങ്ങിപ്പോകാൻ എന്താ കൊച്ചു കുട്ടിയാണോ? അവൻ എല്ലാ കാര്യങ്ങളും ബോധ്യമുണ്ട്. എന്ത് വേണം എന്ത് വേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള മനസ്സും അവനുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇറങ്ങിപ്പോയത്. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഇറങ്ങിപ്പോയത്. അച്ഛനിങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ന്യായീകരണം അച്ഛാ. പക്ഷേ അച്ഛൻ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, കുടുംബവും ബിസിനസ്സുമായിട്ട് കൂട്ടിക്കലർത്തരുതെന്ന്. പക്ഷേ ഇപ്പൊ അച്ഛൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ വാക്കില് ഇനി വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അച്ഛൻ പല വാക്കുകളും സംസാരിക്കുന്നൊരു മനുഷ്യനാണ്. ഇനി അച്ഛനോട് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനാകെ മാറിപ്പോയി. അച്ഛനിപ്പോ കുടുംബം വേറെ ബിസിനസ് വേറെ എന്നായിട്ടാണ് കരുതുന്നത്. കുടുംബത്തിനേക്കാളും വലുതായിട്ട് അച്ഛൻ ബിസിനസ്സിനെ കാണുന്നു. ഇപ്പോൾ കുടുംബവും ബിസിനസ്സും കൂടി കൂട്ടിക്കലർത്തി അച്ഛൻ വെച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ മനസ്സിലായ കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് ഭയങ്കര ദേഷ്യത്തോടെ ഇറങ്ങി പോവാണ്. പക്ഷേ നമ്മുടെ മുത്തശ്ശൻ അതൊന്നും കാര്യമാക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയാണ്, അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇദ്ദേഹത്തോട്, നമുക്ക് ആദർശ് മോനെ പോയി ഒന്ന് കണ്ടാലോ, എന്നിട്ട് ആദർശ് മോനെ തിരിച്ചിങ്ങോട്ട് കൂട്ടി വിളിച്ചുകൊണ്ട് വന്നാലോ? മിണ്ടരുത് നീയ, എന്തൊക്കെയാ പറയുന്നത്? ആദർശിനെ വിളിച്ചോണ്ട് വരാനാ? അവനെന്താ കൊച്ചു കുട്ടിയാണോ? അവന് സ്കൂളിൽ പോയേക്കുവാണോ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്? എന്നോട് ഇങ്ങനത്തെ ഒരു സംസാരിച്ചു പോകരുത്. അപ്പൊ മുത്തശ്ശിന്റെ ആ ദേഷ്യം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് പേടിച്ചു പോയി. അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല. എല്ലാം കഴിയുമ്പോൾ അവൻ തന്നെ തിരിച്ചു വന്നോളും. അതിനുവേണ്ടി തന്നെയല്ലേ അവൻ പോയിരിക്കുന്നത്. അങ്ങനെ പോട്ടെ, അല്ലാതെ ഇവിടെ നിന്ന് ആരും അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എണീറ്റ് പോവാണ്. മുത്തശ്ശൻ്റെ ആ ദേഷ്യവും വാശിയും ഒക്കെ കാണുമ്പോൾ ആകെ സങ്കടവും അതേപോലെ ദേഷ്യവും പേടിയും ഒക്കെ തോന്നുന്നുണ്ട്. മുത്തശ്ശനോടൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണല്ലോ ഇങ്ങനെ. അങ്ങനെ നമ്മുടെ ആദർശിനെ കാണിക്കുകയാണ്. അപ്പോൾ ആദർശിനെ കാണിച്ച് ആദർശിൻ്റെ അടുത്തേക്ക് കിരണും കല്യാണി എത്തുക. അപ്പോൾ കിരണാണെങ്കിൽ ആ സെൽഫി എടുത്ത ഫോട്ടോ കാണിച്ചു കൊടുക്കുക. ഇതാണ് ഡേവിഡ് എന്ന് പറഞ്ഞാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇയാളെ ഞാൻ എവിടെയോ കണ്ട് പരിചയമുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ബോംബെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇയാൾ. അങ്ങനെ ഇയാൾ എനിക്ക് കണ്ട് പരിചയമുണ്ട്. അപ്പോൾ ഇയാളാണല്ലേ എം ജ്വല്ലറിയുടെ ഉടമസ്ഥ. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അതെ ഇയാൾ തന്നെയാണ്. പക്ഷേ ഇയാളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ ചോദിച്ചായിരുന്നു. ഇയാൾ ആ സ്വർണത്തിൻ്റെ പണിക്കൂലിയൊക്കെ കുറച്ച് കൊടുക്കുന്നില്ലേ, അതെല്ലാം ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷെ അയാൾ പറയുന്നത് പാവപ്പെട്ടവർക്ക് മേടിക്കാനുള്ള പൈസ ഇല്ലല്ലോ, സ്വർണത്തിന് ഇപ്പോൾ വില കൂടിയിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ സ്വർണത്തിന് പണിക്കൂലിയൊന്നും മേടിക്കാത്തത് എന്നും പറഞ്ഞുകൊണ്ട് കുറേ ന്യായീകരണങ്ങളാണല്ലോ ന്യായീകരിച്ച് കൂട്ടിയത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇയാളുടെ കമ്പനിയൊക്കെ ആദ്യം തകർന്ന് തരിപ്പണമായൊരവസ്ഥയിലായിരുന്നു. പക്ഷേ എങ്ങനെ ഇങ്ങനെ കയറി വന്നു? അത് തന്നെ പറഞ്ഞത് ആദർശേ, അയാൾ ആ സ്വർണത്തിനൊന്നും പണിക്കൂലിയൊന്നും മേടിക്കുന്നില്ലെന്നേ. അത്രയ്ക്കും വില കുറച്ചാണ് അയാൾ സ്വർണം കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിനെന്തെങ്കിലും കാരണം കാണണമല്ലോ കിരണേ. അതാണ് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത്. അതെ, എന്തിനും ഏതിനും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും ആദർശളിയ. ആളെയും ധൈര്യമായിട്ട് മുന്നോട്ട് പോ, കിരണും കല്യാണിയും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ ഇവര് സംസാരിക്കുകയാണ്. അപ്പൊ ആദർശിന് ഭയങ്കര ധൈര്യം തോന്നിക്കണം. അതെ, ഇനി ഇയാളുടെ പിന്നിൽ ആരാണുള്ളത്? ഇയാൾ ആരെ വെച്ചാണ് കളിപ്പിക്കുന്നത്? ജ്വല്ലറിക്കാരെ നമ്മളായിട്ട് എന്താണ് വൈരാഗ്യം എന്നൊക്കെ അറിഞ്ഞാൽ മതിയാവുള്ളൂ. എന്നാലേ മുത്തശ്ശിന് മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുള്ളൂ. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ ഈ ആദർശ് കൊടുത്ത ആ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. കാരണം ആ പെണ്ണാണല്ലോ ആദർശിന് ജ്യൂസ് കൊടുത്തത്. അതിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ നന്ദി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു പോലീസുകാരനെ വിളിക്കുകയാണത്. ഇതാണ് പെണ്ണ്. ഈ പെണ്ണ് എവിടെയാണെങ്കിലും കണ്ടെത്തണം. ഇവളുടെ ഡീറ്റെയിൽസ് മുഴുവനും തപ്പണം. ഇവളെ ഉടനെ തന്നെ കസ്റ്റഡിയിൽ എടുക്കണം. കാരണം ഇവള് ഒരു വലിയൊരു കൃത്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ
ആദർശന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവളെ കണ്ടെത്തുമെന്നും ഇവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവളെ കണ്ടെത്തുക തന്നെ ചെയ്യണമെന്ന് നന്ദു പറയാണ്. മാഡം, ഉറപ്പായിട്ടും കണ്ടെത്തും മാഡം. ഇന്നു മുതൽ അന്വേഷണം ആരംഭിക്കുകയാണ് മാഡം. ഇവളങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഇവളിനി ആരുടെയൊക്കെ ജീവിതമാണ് തകർത്തിരിക്കുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. ശരി, എങ്കിൽ പിന്നെ നിങ്ങൾ ഡ്യൂട്ടി ആരംഭിച്ചോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു വലിയൊരു ഇത് തന്നെ കൊടുക്കുക. അങ്ങനെ നന്ദു രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇവളെ ആരാണ് കണ്ടുവെത്തി ഇവളെ കൈയോടെ പൊക്കി ജയിലിൽ അടക്കണം എന്ന് തന്നെയാണ് നന്ദുവിൻ്റെ വല്ലാത്തൊരു വാശി. അപ്പം നന്ദു മനസ്സുകൊണ്ട് എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കുമെന്ന് ബാക്കിയുള്ളവർക്കും അറിയാം. അങ്ങനെ ഈ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ഈ ഓണർ അറിയണ ഏഞ്ചലിക്കാരൻ്റെ നമ്മുടെ ജലജയുടെ ഭർത്താവ് അറിയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അട്ടഹസിച്ച് അങ്ങോട്ട് ചിരിക്കണ. അവള് ബുദ്ധിമതിയാണെന്ന് എനിക്കറിയാം, പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചാലും അവൾക്കത് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. അവളെ നന്ദു അവള് വലിയ ആളാന്ന് അവളുടെ വിചാരം. പല കാര്യങ്ങളും അവൾ കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നടക്കാനായിട്ട് പോകുന്നില്ല. ഈ ഞാൻ ആരാണെന്ന് അവൾക്ക് ശരിക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് അവൾ ഇതിനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, പിന്നെ സാറിൻ്റെ മരുമകളില്ലേ ആ നവ്യയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. നവ്യയെ കാണണം താൻ. കാരണം നവ്യയാണല്ലോ ഓരോ കാര്യങ്ങൾക്കും മുൻകൈയെടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ നന്ദുവിനെ താനൊന്ന് കാണണം. നന്ദു ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അവളത് നടത്തിയെടുക്കും. അവള് എൻ്റെ മോനെതിരെ കേസ് ഫയൽ ചെയ്തതാ. എന്നിട്ട് അവനെ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് പോയി ജയിലിൽ അടച്ചതാണ് അവൾ വലിയ ബ്ലാക്ക് ബെൽറ്റാണ്, കറാട്ടയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷെ ഈ എൻ്റെ മുന്നിൽ അവൾ ഒന്നുമല്ല. കണ്ടോ, നവ്യയെ വെച്ച് ഞാൻ കളിക്കുന്നത് അവൾക്ക് വലിയൊരു ദോഷമായിട്ട് തീരും. ലാസ്റ്റ് നവ്യയെ ഞാനിതേ കറിവേപ്പില പോലെ വലിച്ചെറിയും. അന്നേരമായിരിക്കും അവൾ ശരിക്കും പാഠം പഠിക്കാനായിട്ട് പോകുന്നത്. അവളുടെ കുടുംബത്തെയും മുഴുവനും ഞാൻ തകർത്തെറിയും. ആ ഒരു പവർഫുള്ള് ഇത് എനിക്കുണ്ടെന്നൊക്കെ ഇങ്ങനെ ഇയാൾ ഭയങ്കര അഹങ്കാരത്തോട് സംസാരിക്കുകയാണ്. പക്ഷെ സാറേ, എന്നാലും ഇതിൽ കുറച്ച് കെയറിങ് ആയിട്ടിരിക്കണം. അതും എനിക്കറിയാടോ, കെയറിങ് ആയിട്ടിരിക്കണമെന്ന്. കാരണം ആദർശാണ് ഇത് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. അനന്തമൂർത്തിയെ പോലെ തന്നെയാണ് അനന്തമൂർത്തിയുടെ കൊച്ചുമകൻ ആദർശ്. അവൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അവൻ അതല്ല അതിനപ്പുറവും ചെയ്യും. വാശിയുടെ കാര്യത്തിൽ അവൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണെന്നൊക്കെ പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്കും കുറച്ചൊരു ഭയമൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.